പല ചാനലുകളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വിസാൽ മീഡിയയുടെ ഫക്രുദ്ദീൻ എന്നവർ അറസ്റ്റിലായി, എന്താണ് കാരണം, അതിൻ്റെ കാരണങ്ങളൊക്കെ പറഞ്ഞു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, വിശാൽ മീഡിയ എന്ന് പറയുന്ന ചാനലിൻ്റെ ഉടമയായ, അതായത് ഫക്രുദ്ദീൻ പന്താവൂർ എന്ന് പറയുന്ന ആ വ്യക്തിയെ അറസ്റ്റ് ചെയ്ത കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മളും ഒരു വീഡിയോ ചെയ്തിട്ട് ആ ഒരു സമയത്ത് ഇറക്കിയിട്ടുണ്ടായിരുന്നു, അറസ്റ്റിലായ ആ ഒരു സമയത്ത് തന്നെ. അത് 2-3 ദിവസം കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു. ഏതായാലും ഇരിക്കട്ടെ, നമ്മളതിൻ്റെ വിഷയത്തെക്കുറിച്ച് ആദ്യമായിട്ട് ഒരിക്കലും സംസാരിച്ചതാണ്. സോ ഞാനിപ്പോൾ പിന്നീട് വീണ്ടും വന്നിട്ടുള്ളത് ആ ഒരു വിഷയമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അദ്ദേഹം ഇപ്പോൾ അറസ്റ്റിൽ നിന്ന് മോചിതരായിട്ട് ഇപ്പോൾ എന്തായി, വീട്ടിലേക്ക് തിരിച്ച് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ഇന്നലെയാണ് ലഭിച്ചത്. മാത്രമല്ല അദ്ദേഹം ഇന്ന് വിവരം നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താണ് സംഭവമെന്ന്. സോ ഞാൻ ആ ഒരു വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്താണ് സംഭവമെന്ന് അറിഞ്ഞിട്ട് നമുക്ക് പിന്നീട് വീഡിയോ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചിരുന്നതാണ്. ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള മെയിനായിട്ടുള്ള റീസണ്, നിങ്ങളും ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക എന്ന് പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഈ വിശാൽ മീഡിയ എന്ന് പറയുന്ന ഇയാളെ ഞാൻ ഫോളോ ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ ദിവസങ്ങളായി. ഏകദേശം 8 ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനലാണ്. നല്ല രീതിയിൽ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ചാനലും കൂടിയാണ്. അദ്ദേഹത്തിന് കൂടുതലായിട്ട് എതിർപ്പുകളൊന്നും ഇല്ലാത്ത ഒരു ചാനലാണ്. അദ്ദേഹം ചെയ്ത തെറ്റെന്താണെന്ന് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് ഇന്ന് അപ്ലോഡ് ചെയ്ത വീഡിയോയിലും വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കിയ, അല്ലെങ്കിൽ നമുക്ക് വേറെ യൂട്യൂബേഴ്സൊക്കെ പറഞ്ഞു തന്നതായ ഒരു കാര്യത്തിനെ വെച്ചിട്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഈ വീഡിയോൻ്റെ അകത്തും ഞാൻ പറയുന്നത്, അദ്ദേഹം ഏതോ ഒരു വീഡിയോ ചെയ്തതിൽ എന്തൊക്കെയോ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ വീഡിയോ ചെയ്ത് സംസാരിക്കുന്ന രീതിയിൽ എന്തെങ്കിലും പിഴവുകൾ വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്താണ് ഇത്തരത്തിലുള്ള കേസുകൾ വന്നതും അതേപോലെ അറസ്റ്റിലായതും തുടർന്ന് ഈ ഒരു സംഭവങ്ങളൊക്കെ നടന്നത്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ ഇന്ന് പങ്കുവെക്കുന്നുണ്ടായിരുന്നു ഇന്നത്തെ ഈ ഒരു വീഡിയോൻ്റെ അകത്ത്. അതായത് ഒരു 14 മിനിറ്റോളമുള്ള ഒരു വീഡിയോ ആയിരുന്നു. അതിൽ അദ്ദേഹത്തിന് ജയിലിലേക്ക് കൊണ്ടുപോയ രീതിയും മറ്റു കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ നല്ല രീതിയിൽ വിഷമവും തോന്നിപ്പോയി. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിൽ ജയിലിലേക്ക് പോകാനുള്ള അവസരം നമുക്ക് ആർക്കും അള്ളാഹു തരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, അല്ലേ. അദ്ദേഹം ചെയ്ത തെറ്റെന്താണ്? വലുതായിട്ടൊന്നും തെറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. ചെറിയ എന്തെങ്കിലും വീഡിയോൻ്റെ അകത്ത്, ഇപ്പം ഞാനായാലും വീഡിയോ ചെയ്യുന്ന സമയത്ത് സൂക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ, ഞാൻ എന്തെങ്കിലും എതിർത്ത് ആർക്കെങ്കിലും സംസാരിച്ച് കഴിഞ്ഞാൽ അവർക്കത് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ കേസ് കൊടുത്താൽ അത് പിന്നീട് വേറൊരു വഴിയിലൂടെയാണ് സഞ്ചരിക്കുക. അപ്പോൾ നമ്മൾ എത്ര സത്യസന്ധരായിട്ട് വീഡിയോ ചെയ്താലും ഒരു ദിവസം ഉണ്ടാവും, അല്ലേ, എല്ലാവർക്കും. ഏതായാലും ഇരിക്കട്ടെ, അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്ത് രക്ഷിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇന്നലെ അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ആ ഒരു വീഡിയോൻ്റെ ചെറിയ ഭാഗങ്ങൾ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം, ഒന്ന് കേട്ട് നോക്കിയേ. അദ്ദേഹം മുഴുവനായിട്ടും അങ്ങ് ശരീരം മൊത്തമായിട്ടും പോയിട്ടുണ്ട്. മുമ്പത്തെ ആ ഒരു വിശാൽ മീഡിയയിൽ വീഡിയോ ചെയ്യുന്ന ഫക്രുദ്ദീൻ പന്താവൂരല്ല. ഏതായാലും ഇനി വരും ദിവസങ്ങളിൽ ശരിയായിട്ട് വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ജയിലൊക്കെ ആയതുകൊണ്ട് ടെൻഷനും മറ്റേ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടായിരിക്കും അദ്ദേഹത്തിൻ്റെ തടി മൊത്തമായിട്ടും പോയിട്ട് അങ്ങോട്ട് ഒരു രീതിയിലായിട്ടുണ്ട്, അല്ലേ. വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, അദ്ദേഹത്തിൻ്റെ ഫോട്ടോസൊക്കെ കാണുമ്പോൾ, അല്ലേ. ഏതായാലും വരും ദിവസങ്ങളിൽ നല്ല രീതിയിൽ നല്ല ആക്റ്റീവായിട്ട് നല്ല ശരീരമൊക്കെ ഉണ്ടായിട്ട് ഗെറ്റപ്പിൽ വീഡിയോ ചെയ്യാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. നല്ലൊരാളാണ്, ശരിക്കും നല്ല ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയും കൂടിയായിരുന്നു. വീഡിയോസൊക്കെ ഞാൻ പതിവായിട്ട് ഫോളോ അപ്പ് ചെയ്യാറുണ്ട്. ചില സമയത്തൊക്കെ ചില വിഷയങ്ങളിൽ എനിക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിലൊക്കെ ഞാൻ അദ്ദേഹം എന്തായാലും ന്യൂസുകൾ വന്നാൽ അത് പെട്ടെന്ന് തന്നെ അത് പ്രതികരിച്ച് വീഡിയോ ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ചില വിഷയങ്ങളിലൊക്കെ എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടായാൽ അദ്ദേഹത്തിൻ്റെ വീഡിയോ ഞാനൊന്ന് പോയി റെഫർ ചെയ്തിട്ടായിരിക്കും ഞാൻ വീഡിയോ ചെയ്യാറുള്ളത്. ഇദ്ദേഹത്തിന് മാത്രമല്ല, ചില ആൾക്കാരുണ്ട്, അവരുടെ വീഡിയോസൊക്കെ ഞാൻ റെഫർ ചെയ്തിട്ടാണ് ചില സമയത്തൊക്കെ വീഡിയോ ചെയ്യാറുള്ളത്. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇദ്ദേഹത്തിൻ്റെ തടിക്ക് അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കട്ടെ. ഇനി ഇത്തരത്തിലുള്ള കുടുക്കിൽ പെടുത്താതെ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഏതായാലും നമുക്ക് അദ്ദേഹത്തിന് ഇന്നലെ അപ്ലോഡ് ചെയ്ത ഒരു ചെറിയൊരു വീഡിയോ നമുക്ക് കണ്ടു നോക്കാം. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. കുറേ കാലമായി ഞാൻ അങ്ങനെ പറഞ്ഞിട്ട്. എന്തായാലും ഒരുപാട് സന്തോഷങ്ങൾ പറയാനുണ്ട്, അൽഹംദുലില്ലാഹ്. അതോടൊപ്പം തന്നെ അറസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് പറയാനുണ്ട്. പല ചാനലുകളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വിസാൽ മീഡിയയുടെ ഫക്രുദ്ദീൻ പന്താവൂർ അറസ്റ്റിലായി, എന്താണ് കാരണം, അതിൻ്റെ കാരണങ്ങളൊക്കെ പറയുന്നതിന് മുമ്പ് എനിക്ക് ഒരുപാട് നന്ദി പറയാനുണ്ട്. എന്നെ അറിയാത്ത ഒരുപാട് പേരുടെ പ്രാർത്ഥന ഉണ്ടായിരുന്നു. അൽഹംദുലില്ലാഹ്, എല്ലാവരും എൻ്റെ നേരിൽ കാണാത്ത ആളുകളുണ്ട്, കണ്ട ആളുകളുണ്ട്. ഈ വിസാൽ മീഡിയ ഒരു 43 ദിവസമായിട്ട് വിസാൽ മീഡിയയിൽ ഒരു വീഡിയോ ഇല്ല. കുറച്ച് ദിവസങ്ങളായിട്ട് റമദാൻ്റെ ഒരു ബദരീങ്ങളാണ്ട് കഴിഞ്ഞ ശേഷം എൻ്റെ മുഖം വീഡിയോയിൽ വന്നിട്ടില്ല. ഇതൊക്കെ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഒരുപാട് പറയാനുണ്ട്. ആ പ്രതിസന്ധികൾക്കിടയിലും എന്താണ് കാരണം എന്നറിയാതെ എൻ്റെ കൂടെ നിന്ന് പ്രാർത്ഥിച്ച ഒരുപാട് പേരുണ്ട്. ഓരോട് നന്ദി പറയാനാണ് ഞാൻ ഇന്ന് എൻ്റെ മനസ്സിൽ തോന്നിയത്. ഇതിൻ്റെ വിശദാംശങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് നാളത്തെ വീഡിയോയിൽ പറയാം. അപ്പോൾ നമുക്ക് പതിവ് പോലെ എല്ലാ ദിവസവും 2 വീഡിയോ ആയിട്ട് വിസാൽ മീഡിയയുടെ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് അറിയണം. അതോടൊപ്പം പ്രാർത്ഥിച്ച എല്ലാവർക്കും, ഉമ്മമാർക്കും ഉപ്പമാർക്കും സഹോദരങ്ങൾക്കും സഹോദരിമാർക്കൊക്കെ ആയിട്ട് ഹൃദയം നിറഞ്ഞ നന്ദി പറയാണ്. തിങ്കളാഴ്ചയാണ് എൻ്റെ ജാമ്യം കിട്ടിയത്. പിന്നെ ഇങ്ങനെ കാണുമ്പോൾ തന്നെ എനിക്ക് അറിയാലോ, ഒന്ന് ക്ഷീണിച്ച് നന്നായിക്കണം.
അപ്പോൾ എന്താ പറയേണ്ടതെന്നുള്ളത് കിട്ടണില്ല. പിന്നെ ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യേണ്ടത് നാളെ പറയേണ്ടത്. അപ്പോൾ നിങ്ങൾ വീണ്ടും നിങ്ങളുടെ ദ്വാരം ഉൾപ്പെടുത്താൻ നിങ്ങളോടുള്ള നന്ദി എങ്ങനെയാണ് പറയേണ്ടതെന്നുണ്ടെങ്കിൽ പിന്നെ കൂടെ എൻ്റെ സുഹൃത്തുക്കളുണ്ട്. ഞാൻ അവരാണ് എൻ്റെ ജാമ്യത്തിന് വേണ്ടിയിട്ട് നിന്ന ആളുകളാണ്. പക്ഷേ ജാമ്യത്തിന് വേണ്ടി ഇറക്കിയിട്ട് ഞാൻ ഇന്നലെ ഇവിടുന്ന് വന്നത് എൻ്റെ വൈഫിൻ്റെയും അളിൻ്റെയും പെങ്ങളുടെയും അതുപോലെ ഫാദറിൻ്റെയും കൂടെയാണ്. അവരെ കാണാൻ വേണ്ടി എടപ്പാൾക്ക് വന്നതാണ്. വന്നപ്പോഴാണ് ഞാനിപ്പോൾ ഇന്ന് വീഡിയോ ഇടുന്നത്. ഇൻഷാ അല്ലാ പതിവ് പോലെ നമുക്ക് വിശേഷങ്ങൾ പറയണം, തെറ്റുകളൊക്കെ നമുക്ക് തിരുത്തി ഒരു നല്ല ചാനൽ ഇതൊരു ജീവിതത്തിൽ പാടാണ് എനിക്ക്. ആ ഒരു വീഡിയോ ആണ് ആദ്യമായിട്ട് അദ്ദേഹം അപ്ലോഡ് ചെയ്തത്. പിന്നീട് അദ്ദേഹം ഇന്നൊരു വീഡിയോ അപ്ലോഡ് ചെയ്തു. അതിൽ ചില വിഷയങ്ങൾ പറയുന്നുണ്ട്. അതായത് അദ്ദേഹം ജയിലിലേക്ക് കടന്ന രീതിയും അവിടേക്ക് വന്ന പോലീസുകാർ വീട്ടിലേക്ക് വന്ന രീതിയും അത് കഴിഞ്ഞ് വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന രീതിയും ഇങ്ങനെ തുടർന്ന് ബസ്സിൽ പോയി അതിനുശേഷം ഇങ്ങനെ ജയിലിലേക്ക് സെൻട്രൽ ജയിലിലേക്ക് ജില്ലാ ജയിലിലേക്ക് ഇങ്ങനെ പോകുന്ന എല്ലാ സംഭവങ്ങളും അദ്ദേഹം ഇങ്ങനെ വിവരിച്ച് തരുന്നുണ്ട്. പക്ഷേ അദ്ദേഹം എന്താണ് അതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് ഇതുവരെയായിട്ടും പുറത്ത് പറഞ്ഞിട്ടില്ല. ഏതായാലും വരും ദിവസങ്ങളിൽ പറയുമെന്ന് വിചാരിക്കുന്നു. പറഞ്ഞാൽ നല്ലതാണെന്ന് തോന്നുന്നു. കാരണം ആ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിലും വരാതിരിക്കാൻ നമുക്ക് സൂക്ഷിക്കാം. ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അല്ലേ. ഏത് സമയത്ത് ഏത് രീതിയിലാണ് ഏത് പ്രതിസന്ധിയിലാണ് എന്തൊക്കെ വരുമെന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ എന്ന് മാത്രം നമുക്ക് പ്രാർത്ഥിക്കാം. ഏറ്റവും വലിയ ആയുധം നമ്മുടെ ജീവിതത്തിൽ അത് ഒന്ന് പ്രാർത്ഥനയാണ്, മറ്റൊന്ന് സ്വതക്കയാണ്. ഈ രണ്ട് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഭദ്രമായിരിക്കാം. അത് സ്വതക്ക കൊടുക്കുക, അത് നമുക്ക് വരുന്ന മുസീബത്തുകളെ നമ്മൾ എന്താക്കും, തട്ടി ദൂരത്താക്കി കളയും. അതേപോലെ അത് ആയത്തുണ്ടല്ലോ എന്തോ സദഖത്തു റദ്ദുൽ ബലാഹ് അല്ലേ. നമ്മൾ കൊടുക്കുന്ന സദക്ക കൊണ്ട് നമ്മുടെ ബലാഹുകളെ മുസീബത്തുകളെ അള്ളാഹു തട്ടി ദൂരത്താക്കി കളയും. ഈ ഒരു വിഷയം പറയുമ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. നമ്മുടെ ഒരു ഉസ്താദിൻ്റെ ഒരു കല്യാണത്തിൻ്റെ കാര്യത്തിൽ ഒരു കളക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു വീഡിയോ ഞാൻ ഇപ്പോൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഓർമ്മ വന്നതാണ്. ഈ സ്വതക്കേൻ്റെ വിഷയം പറയുന്ന സമയത്ത് ഞാൻ ആ വീഡിയോ നിങ്ങൾക്ക് ഇവിടെ ഇട്ട് തരാൻ വേണമെങ്കിൽ അതൊന്ന് കണ്ട് നിങ്ങളിൽ കഴിയുന്ന ആൾക്കാർ ആ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ആ ബാങ്ക് അക്കൗണ്ട് നമ്പറിലേക്കോ സ്കാനറിലേക്കോ നിങ്ങളിൽ കഴിയുന്ന പരമാവധി അദ്ദേഹത്തിന് സഹായിക്കാൻ വേണ്ടി നോക്കുക. അതിൽ വിശദീകരിച്ചിട്ട് വിഷയങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി മാസങ്ങൾ പോലും ഇല്ല ആ ഒരു കല്യാണത്തിന് വേണ്ടിയിട്ട്, ചില ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയിരിക്കുന്നത്. ഓക്കെ, നിങ്ങളിൽ കഴിയുന്ന പരമാവധി അദ്ദേഹത്തിന് വേണ്ടി സഹകരണങ്ങൾ ചെയ്യുക. ഓക്കെ, ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ അത് സ്വതക്ക, അത് ഒന്നാമത്തെ സ്വതക്കയാണ്. നമ്മൾ സ്വതക്ക കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വരുന്നതായ ബലാഹുകൾ മുസീബത്തുകളെ അള്ളാഹു തട്ടി ദൂരത്താക്കി കളയും. മറ്റൊന്ന് പ്രാർത്ഥനയാണ്, ദുആയാണ്. ഈ രണ്ട് ആയുധം നമ്മുടെ കയ്യിൽ മുറുകെ പിടിക്കാൻ വേണ്ടി നോക്കുക. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. കൂടുതലായിട്ടൊന്നും ഞാൻ വലിച്ചു നീട്ടാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം അതിൻ്റെ സത്യാവസ്ഥ വരും ദിവസങ്ങളിൽ പുറത്തു വരുന്ന സമയത്ത് നമുക്ക് ഇതിനെ വിശദീകരിച്ചിട്ട് നമുക്ക് സംസാരിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ വീഡിയോ എല്ലാം ഏറ്റെടുക്കുന്നത് പോലെ ഈ ഒരു വീഡിയോ നിങ്ങൾ ഏറ്റെടുക്കുമെന്നുള്ള ഒറ്റൊരു പ്രതീക്ഷയിലാണ് ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ഉസ്താദിൻ്റെ കൊച്ചു കഥ പറഞ്ഞു തരട്ടെ. 1994 ഇസവിയിൽ ജോലിക്ക് കയറിയ ഒരു ഉസ്താദിൻ്റെ കഥയാണ്. കൊറോണയ്ക്ക് ശേഷം ഇതുവരെയായിട്ടും ജോലിക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? ആ ഉസ്താദിൻ്റെ ഹാർട്ടും ബ്ലോക്ക് ആയിരിക്കുകയാണ്. മാത്രമല്ല തീയൊക്കെ പൊള്ളിയിട്ട് കാലിലേക്കൊക്കെ തീയൊക്കെ പൊള്ളിയിട്ട് ആകെ വിഷമത്തിലിരിക്കുന്ന ഒരു വേളയാണ്. ഈ ഒരു വേളയിലാണ് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ മകളുടെ കല്യാണത്തിന് ആലോചന വരുന്നത്. ഇപ്പോൾ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് കല്യാണത്തിന് വേണ്ടിയിട്ട്. അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ ഇനിയും റെഡിയായിട്ടില്ല എന്നാണ്. സാമ്പത്തികമായിട്ട് നല്ലോണം വിഷമത്തിലുള്ള ഒരു ഉസ്താദാണ് അദ്ദേഹം. എന്നോട് ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് നല്ല രീതിയിൽ വിഷമമായിപ്പോയി. ആ ഒരു പെണ്ണിന് വേണ്ടതായ ആ ഒരു മോൾക്ക് വേണ്ടതായ സഹായ സഹകരണങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കുമെന്നുള്ള ഒറ്റൊരു പ്രതീക്ഷയിൽ അദ്ദേഹം ആ വിഷമം പറയുമ്പോൾ ഞാൻ ഇതുപോലെ വീഡിയോ ചെയ്തിട്ട് ജനങ്ങളുടെ മുമ്പിലേക്ക് ഇട്ടുകൊടുക്കാം, അവർ നിങ്ങൾക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യും എന്നുള്ള ഒരു പ്രതീക്ഷയും അദ്ദേഹത്തിന് ഞാൻ കൊടുത്തു. നിങ്ങൾ ആണ് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യേണ്ടത്. എല്ലാവരിലേക്കും മാക്സിമം എത്തിച്ചു കൊടുക്കുക. മാത്രമല്ല അദ്ദേഹത്തിന് വേണ്ടതായ എല്ലാ സഹായ സഹകരണങ്ങളും നിങ്ങൾ ചെയ്തു കൊടുക്കണം. ഈ സ്ക്രീനിൽ കാണുന്ന സ്കാനർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഗൂഗിൾ പേ നമ്പറോ അല്ലെങ്കിൽ മറ്റേ അക്കൗണ്ട് നമ്പറിലേക്കോ നിങ്ങളിൽ കഴിയുന്ന പരമാവധി സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കുക. സദഖത്തു റദ്ദുൽ ബലാഹ് എന്നുള്ള ആ ഒരു വാക്യം ഒന്നുകൂടി നിങ്ങളോട് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ പ്രതീക്ഷയോട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.